ഇറക്കി തമിഴ്നാട് സർക്കാർ. മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള കരിങ്കല്ലിന്റെ നീക്കം നിരോധിച്ച് തമിഴ്നാട്. ഇതര ഉൽപ്പന്നങ്ങളുടെ നീക്കവും നിരോധിച്ച് ഉത്തരവിറക്കി. 3 മാസത്തേക്കാണ് നിരോധനം. തമിഴ്നാട് സർക്കാർ നിയന്ത്രണം കൊണ്ടുവന്നത് കേരളത്തിൽ നിർമ്മാണ മേഖലയ്ക്ക് ഇരുട്ടടിയായി. വീട് പണി പ്ലാൻ ചെയ്യുന്നുണ്ടോ? എങ്കിലിനി കോടികൾ ചെലവാകും. അതെ, നിങ്ങളെ കണക്കുകൂട്ടലെല്ലാം തെറ്റിച്ചാണ് ഇപ്പോൾ തമിഴ്നാട് സർക്കാരിന്റെ നീക്കം. എംസാൻഡ്, കരിങ്കല്ല്, മെറ്റൽ, ജെല്ലി തുടങ്ങിയ കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ കയറ്റുമതിക്ക് തമിഴ്നാട് സർക്കാർ ഇപ്പോൾ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് സംസ്ഥാനത്തെ നിർമ്മാണ മേഖല കൂടുതൽ സ്തംഭനത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകുന്നതിന് വിലക്കുമായുള്ള തമിഴ്നാട് സർക്കാരിന്റെ നീക്കം കേരളത്തിന് ശരിക്കും എട്ടിന്റെ പണി തന്നെ. അതെ, അയൽ സംസ്ഥാനങ്ങളിലേക്ക് പാറക്കല്ലുകൾ, എംസാൻഡ്, മെറ്റൽ തുടങ്ങിയ നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകുന്നതിന് തമിഴ്നാട് സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. 3 മാസത്തേക്കാണ് വിലക്ക് പ്രാബല്യത്തിൽ വന്നതോടെ ദേശീയപാത നിർമ്മാണം, വിഴിഞ്ഞം വികസനം തുടങ്ങി നിരവധി പദ്ധതികളുടെ പ്രവർത്തനത്തെ വലിയ തോതിൽ ബാധിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്നുള്ള എംസാൻഡിനെ ആശ്രയിക്കുന്ന കേരളം, കർണാടക തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളെ ഈ വിലക്ക് വലിയ തോതിലാണ് ബാധിക്കുന്നത്. മുഖ്യമന്ത്രി വിജയ് ഖനന വകുപ്പ് മന്ത്രിയും ജിയോളജി ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ സുപ്രധാനമായ തീരുമാനമെടുത്തിരിക്കുന്നത്. അതിർത്തി ജില്ലകളിലെ കളക്ടർമാരോടും പോലീസ് ഉദ്യോഗസ്ഥരോടും ജാഗ്രത പുലർത്താനും മുഖ്യമന്ത്രി വിജയ് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. എല്ലാ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്കും ഉത്തരവ് കർശനമായി നടപ്പാക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. വിലക്ക് ലംഘിക്കുന്നവർക്കെതിരെ നിയമപ്രകാരം കടുത്ത നടപടിക്രമങ്ങൾ സ്വീകരിക്കുമെന്നാണ് സർക്കാർ മുന്നറിയിപ്പ്. അതായത്, തമിഴ്നാട്ടിലെ ഭവനങ്ങളടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇത്തരം വിഭവങ്ങളുടെ ആവശ്യം വർദ്ധിച്ചു വരികയാണ്. ഇത് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ക്വാറികളിൽ നിന്നും ലഭിക്കാത്ത അവസ്ഥയാണുള്ളത്. വർദ്ധിച്ചുവരുന്ന ഡിമാൻഡ് സംസ്ഥാനത്ത് അനധികൃത ഖനനത്തിന് കാരണമാകുമെന്നും പറയുന്നു. അതിലൂടെ പരിസ്ഥിതി നാശത്തിന് വഴിയൊരുക്കുമെന്നും വിലയിരുത്തലുണ്ട്. ഇതെല്ലാമാണ് നിലവിലെ നിരോധനത്തിന് കാരണമായി പറയുന്നത്. 2011 തമിഴ്നാട് നിയമവിരുദ്ധ ഖനനം, ഗതാഗതം, ധാതുക്കളുടെ സംഭരണം എന്നിവ തടയുന്നതിനുള്ള നിയമങ്ങളിൽ അടുത്തിടെ വരുത്തിയ ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ സുപ്രധാനമായ പുതിയ ഉത്തരവ് വന്നിരിക്കുന്നത്. നിലവിൽ ക്വാറി ഉൽപ്പന്നങ്ങൾക്ക് തമിഴ്നാട് നിരോധനം ഏർപ്പെടുത്തിയത് കേരളത്തിലെ നിർമ്മാണ മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയായേക്കും. സംസ്ഥാനത്ത് പാറമടകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയതോടെ ക്വാറി, ക്രഷർ ഉൽപ്പന്നങ്ങൾക്കായി തമിഴ്നാടിനെയാണ് ഇപ്പോൾ കേരളം ആശ്രയിച്ചിരിക്കുന്നത്. നിലവിലെ ക്ഷാമം ഇത്തരം ഉൽപ്പന്നങ്ങളുടെ വില ഇരട്ടിയാക്കാനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.